ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓഫർ വീഡിയോ തന്നെയാണ് കേട്ടോ. ജോർജറ്റിലുള്ള കോട്ടൺ അല്ല, രണ്ടും കൂടെ നമ്മൾ മിക്സ് ആയിട്ട് ഞാനിത് കാണിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. അത് എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മീഡിയം, സ്മോൾ മീഡിയം തുടങ്ങി ഒരു ചിലതിൻ്റെയൊക്കെ 3XL വരെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ ജോർജറ്റ് വിത്ത് ലൈനിങ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രൈസ് റേഞ്ച് വരുന്നത് 999 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോന്നിൻ്റെ പാറ്റേണിൻ്റെ അനുസരിച്ച് നമുക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്ന്. ഫസ്റ്റ് തന്നെ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരെണ്ണം കാണിക്കുന്ന ഇതേപോലെ നല്ല ഡാർക്ക് ബ്ലൂ കളറിലോട്ട് ഇതേപോലെ ഒരു ടെമ്പിൾ ബോർഡർ എല്ലാം കൊടുത്തിട്ട് വി-നെക്കിൽ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സെറ്റാണ് കേട്ടോ. ഇതിന്റെ വിത്ത് ബോട്ടം ആണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇതിപ്പം ടോപ്പിന്റെ സൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ബോട്ടം വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി, അത് എക്സ്ട്രാ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊരു പാറ്റേൺ. പിന്നെ വന്നിട്ട് ഇതുപോലെ ഇതൊരു എന്താ പറയാ, മെറൂൺ ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഇതിനകത്ത് വന്നിട്ട് വിത്ത് നമ്മളൊരു ഗോട്ടയുടെ ഒരു ലേസാണ് വെച്ചേക്കുന്നത്. ഒരു ലേസ് പാറ്റേൺ ഗോൾഡൻ കളർ വെച്ചിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ഈ സൈഡ് സ്ലിറ്റിലോട്ടും നമ്മൾ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു അടുത്ത പാറ്റേൺ ഇതേപോലെ എ ലൈൻ ആണ്. ഇതൊക്കെ നമ്മൾ സ്പെഷ്യലി ഇവിടെ ചെയ്തേക്കുന്ന കേട്ടോ. ഇതുപോലെ യോക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് വെച്ച് ഫുള്ളി പ്ലീറ്റ്സ് ഒക്കെ വെച്ചിട്ട് സൈഡിലോട്ട് ഇതേപോലെ നമ്മൾ ഇത്രയും ടൈം ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് ഇത് കണ്ടോ. ബാക്ക് സൈഡ് ഇതിന്റെ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്തും ഇതുപോലെ ഒരു ലെയർ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇതിന്റെ എല്ലാം ഒത്തിരി പീസസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ വന്നിട്ട് ഇതുപോലെ ഫ്രണ്ടില് നല്ല പിങ്ക് കളറിലോട്ട് ഇതേപോലെ ഒരു നെറ്റിൽ ഒരു ഫാബ്രിക്ക വെച്ചേക്കണേ. ഫുള്ളി പ്ലീറ്റ്സ് വെച്ചിട്ട് എ ലൈൻ പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ലിറ്റും കാണിക്കുന്നുണ്ട്, എ ലൈനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിന്റെ റേറ്റ് ഡിഫറൻസ് ആയിരിക്കും. ഇതുപോലെ ഒരു ഹോളും ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേണിന്. ഇത് തന്നെ ഈ ഒരു പാറ്റേണിനും കൂടി ഉണ്ട്. ഇതുപോലെ ഇനി ക്ലോസ് നെക്ക് വേണ്ടാന്നുള്ളവർക്ക് ഇതുപോലെ ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ. ഇതിന്റെ ബാക്ക് നോർമലാണ്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഹുക്കുള്ള പാറ്റേൺ, ഒന്ന് ഹുക്കില്ലാത്ത പാറ്റേൺ ആണ്. പിന്നെ വന്നിട്ട് ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇതിന്റെ അധികം പീസസ് ഇല്ല. അത് 2-3 പാറ്റേണിലോട്ട് ചെയ്താണ്. നല്ലൊരു പാറ്റേൺ ആണ്. ഒരു പിങ്കോ ഒരു വൈറ്റോ ബോട്ടം പെയർ ചെയ്താൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരും. ഒരു സെമി ലിനൻ ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ ക്ലോസ് പിക്ക് വേണം എന്നുള്ളവർക്ക് ഞാൻ മെറ്റീരിയലിൽ ഞാൻ ഇട്ടുതരാം. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഇതിന്റെ ഒറ്റ പീസേ ഉള്ളൂ. നമ്മളിത് മുമ്പ് നല്ല നേരത്തെ കാണിച്ച മെറ്റീരിയലാണ്. ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഒരു യോക്കിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇതിന്റെ ഒന്നും സൈസസ് ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിൽ ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ പീസസ് ഒക്കെ വെക്കാത്തതോ. അങ്ങനെ ഞാനിപ്പം ഒരു ഓഫറായിട്ട് കാണിക്കുന്നത്. ഇത് ഇതുപോലെ ക്രോഷോലീസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഒരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ക്രോഷോലീസ് ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ. ഓക്കെ, പിന്നെ നേരത്തെ കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിന്റെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് ബോട്ടനൊക്കെ വെച്ചിട്ട് ചെറിയ ക്ലോത്ത് ബട്ടണൊക്കെ വെച്ചിട്ട് ഗ്രീൻ കളറ്. ഇതിന്റെ ദുപ്പട്ട നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ ദുപ്പട്ട വേണമെങ്കിൽ ഇതിന് പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ ഉണ്ട്. ഓക്കെ, ബോട്ടിൽ ഗ്രീൻ കളറിലോട്ട്. പിന്നെ വന്നിട്ട് ഗ്രീൻ തന്നെ ഇതേപോലെ ഗ്രീനിന്റെ ഷെയ്ഡ് തന്നെ ഇതേപോലെ ഒരു യോക്ക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നല്ല എന്താ പറയാ, അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തേക്കുന്നത്, ജോർജറ്റ് തന്നെ. പിന്നെ ഇത് നെക്കിലോട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഹാൻഡ് വർക്ക് ആണോ ചെയ്തേക്കുന്നത്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. സ്ലീവിലോട്ടും ഉണ്ട് ചെറിയൊരു ഹാൻഡ് വർക്ക്. ഓക്കെ, പിന്നെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഇത് ഡബിൾ ഷെയ്ഡ്. ഇതാണ് ഇതിന്റെ യോക്കൊക്കെ അത്രയും ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്. ഒരു പ്യൂർ വിസ്കോസ് ഓർഗൻസിന്റെ ഫാബ്രിക് വെച്ചിട്ട് ഡബിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നെക്ക് ഇതേപോലെ, ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു ഷെയ്ഡാണ്. യെല്ലോടെ തന്നെ ഓവർ ഒരു മഞ്ഞയല്ല കേട്ടോ ഇത്. പിന്നെ ഈ ഒരു പാറ്റേൺ. ഇത് ഒരു കോഫി കളർ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു പിങ്കിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ വന്നിട്ടുണ്ട്. അതായത് ഡാർക്ക് റാണി പിങ്ക്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഇതേപോലെ നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, പിന്നെ ഇതുപോലെ ഇത് എ ലൈൻ പാറ്റേൺ. അപ്പം ഈ ഒരു പാറ്റേൺ നല്ല പോക്കറ്റ് എല്ലാം വെച്ചിട്ട് ഒരു ഷർട്ട് കോൾ പാറ്റേണിലൊക്കെ ചെയ്തേക്കുന്നത്. ബോക്സ് പ്ലീറ്റ് ആണ് വെച്ചേക്കുന്നത്. പോക്കറ്റ് വിത്ത് ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. നല്ലൊരു വൈൻ ഷെയ്ഡാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഗ്ലാസി ഓർഗൻസ് ആ ഒരു ഫാബ്രിക് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി ഈ പാറ്റേൺ. ഇത് ഒരു ക്രേപ്പ് സിൽക്കിലോട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. പ്യുവർ ആണ്. ഇതൊക്കെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. സ്ലീവ് ഒക്കെ ഇതേപോലെ ഒരു പഫൊക്കെ വെച്ചിട്ട്
ക്രോഷോ ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഉള്ള പാറ്റേൺ നല്ലൊരു ഷെയ്ഡാണ് ഇതുപോലെ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ഷ്രഗാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു ഷ്രഗ് പാറ്റേൺ ഷ്രഗാണ് കേട്ടോ. ഇതിന്റെ ഇന്നർ വേണമെങ്കിൽ നമുക്കൊരു വൈറ്റ് ഒക്കെ പെയർ ചെയ്ത് നല്ലൊരു പ്രീമിയം കോട്ടൺ ആണ് ഈ ഫാബ്രിക് വരുന്ന ഒരു പ്രീമിയം കോട്ടൺ ആണ് ഷ്രഗിന്റെ. പിന്നെ വേറൊരു ഷ്രഗ് വന്നേക്കുന്നത് സെമിലിനലിൽ വന്നേക്കുന്ന ഇതുപോലെ ഒരു പാറ്റേൺ ആണ്. ഇതും ഡാർക്ക് ലാവൻഡറോ ഒക്കെ ഷെയർ ഒരു ഇന്നർ സ്ലീവ്ലെസ് പെയർ ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫാബ്രിക് ആണിത്. ഇതുപോലെ ഇതാണ്. പിന്നെ വിസ്കോസ് ഓർഗൻസയിൽ തന്നെ ഇതേപോലെ വന്നിട്ട് ഒരു ഡാർക്ക് പേർപ്പിൾ കളർ, വയലറ്റ് വൈൻ കളറില്ലേ, ഇതേപോലെ ഈ ഒരു ഷ്രഗ്. ഇതും എ ലൈൻ ആണ് കേട്ടോ. ഷ്രഗ് എ ലൈൻ ആണ്. നല്ലൊരു പ്രിന്റ് ആണ്. ഇന്നർ നമുക്കൊരു ഡാർക്ക് പർപ്പിളൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെയൊക്കെ സൈസസ് ഞാൻ പറഞ്ഞു. എല്ലാം സ്മോൾ ടു ഒരു XXL 3, ചിലതിന്റെ 3XL ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.